ഗൈസ് ഞങ്ങളിവിടെ മൊത്തം ചുറ്റി കടന്ന് കറങ്ങി കേട്ടോ. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും വീഡിയോ എടുത്തിട്ട് നമുക്ക് ബൈക്കിനകത്ത് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന പോലെ ഇതിനകത്ത് നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലയിച്ചങ്ങ് നിന്ന് പോകും. അങ്ങോട്ട് എല്ലാം കണ്ട് കറങ്ങിയൊക്കെ നടക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ആ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിവരിച്ച് ഇങ്ങോട്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഇതിവിടെ വന്ന് നേരിട്ട് തന്നെ വന്ന് കണ്ട് അറിയേണ്ട ഒരു കാര്യം ഇത്. ഞങ്ങൾ ശ്രീപാദത്തിനകത്ത് കയറി കാൽപാദം കണ്ട് സംഭവം ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിന് അത്രയും തന്നെ ഉള്ളൂ. അത് എന്തോ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കത് തോന്നിയതാവാം. ഇവിടെ വെള്ളം കുടിക്കുന്ന വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ അഴുക്ക് ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുപ്പിയൊന്നും ഇല്ലല്ലേ, വെള്ളമുണ്ട് പക്ഷേ ഗ്ലാസ് ഒരു വൃത്തിയില്ലാത്ത ഗ്ലാസ്. ആൾക്കാർ തുപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത്. വെള്ളം തുറന്നിട്ടിട്ടങ്ങ് പോവുക. കാര്യം വിവേകാനന്ദ പാറയൊക്കെയാണ്, പക്ഷെ കുടിവെള്ളം ഇല്ല. കുടിവെള്ളം ഉണ്ട്, പക്ഷെ അത് കുടിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഇല്ല. ഗ്ലാസ് ചങ്ങലൊക്കെ കെട്ടിച്ചിട്ടിരിപ്പുണ്ട്, പക്ഷെ അത് ഒന്ന് വൃത്തിയാക്കി കഴുകാനൊന്നും ആളിലേക്ക്. എന്നാൽ പിന്നെ കുടിക്കുന്നവർ തന്നെ അത് കഴുകി വെക്കുക, അതില്ല. ഓരോരുത്തന്മാർ ഗ്ലാസ് ആണെങ്കിൽ താഴത്തെ ഇട്ടേക്കുക. വാഷ് ബേസിനില്ലേ, വാഷ് ബേസിനല്ല, ആ ഒരു അതില്ല, അതിനകത്ത് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് തന്നെ ആൾക്കാർ വന്നങ്ങ് തുപ്പുകയാണ്. അപ്പോൾ ഗ്ലാസ്സിനകത്തൊക്കെ തുപ്പുന്ന വെള്ളം വന്ന് വീഴുന്നുണ്ട്. വായിന്ന് തുപ്പുന്ന വെള്ളം ഗ്ലാസ്സിനകത്തൊക്കെ വന്ന് വീഴുന്നത്. അതിനകത്ത് നിന്നൊക്കെയാണ് ഈ വരുന്ന ആൾക്കാർ വെള്ളം കുടിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു വെയിലത്ത് വന്ന് നിന്നിട്ട് ദാഹിച്ച് പറയുമ്പം അഴുക്കൊന്നും നോക്കത്തില്ല. അത്രയ്ക്ക് ദാഹിച്ച് ഇരിക്കുമ്പോൾ സ്വന്തം മൂത്രം തന്നെ പെടുത്ത് കുടിക്കേണ്ട അവസ്ഥ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ മോശമുള്ള കാര്യമല്ല. ഇതാണ് ഞാൻ നേരത്തെ വന്ന് പറഞ്ഞു, വടക്ക് നോക്കി യന്ത്രമല്ല, സൂര്യനെ ഉദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലണ്ടറാണിത്. ഓരോ മാസമോ അല്ലെങ്കിൽ ഓരോ ദിവസമോ സൂര്യൻ എവിടെയൊക്കെ ദിക്കിൽ ഉദിക്കുമെന്ന് ഇത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കലണ്ടറാണത്. സൺറൈസ് കലണ്ടർ എന്നാണ് ഇതിനെ പറഞ്ഞത്.